ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് SSC RRB എക്സാംസ് എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മാത്സിലെ ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് ഏതൊരു എക്സാമിനും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ. അതിലെ കുറച്ച് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2/3 of a consignment was sold at a profit of 5% and the remainder at a loss of 2%. If the total profit was rupees 400, then the value of consignment was. അപ്പം ഒരു കൺസൈൻമെന്റിന്റെ എത്ര 2/3 പാർട്ട് ഇന്ന പ്രോഫിറ്റ് വിൽക്കുന്നു, റിമൈനിങ് എന്ന് പറയുമ്പോൾ 2/3 എത്ര 1/3 അല്ലെ, 1/3 ഇത്ര ലോസിൽ വിൽക്കുന്നു, ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നല്ല, എവിടെയാണെങ്കിലും ഇതേപോലെ പാർട്ട് വരുന്ന ചോദ്യങ്ങൾ, അതായത് 2/3 കാണുക, 1/3 കാണുക, 1/5 കാണുക, ഇങ്ങനെ വരുന്ന കേസിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഈ കൺസൈൻമെന്റിന്റെ ഒരു എക്സ് എന്നുള്ള വാല്യൂ എടുത്ത് നമുക്ക് അസ്യൂം ചെയ്തു പോകാം. എക്സ് എടുക്കുന്നു, 2/3 ഓഫ് എക്സ് എടുത്ത് ചെയ്തു പോകാം അല്ലെ. പക്ഷെ അത് നമുക്ക് കൂടുതൽ ഫ്രാക്ഷൻ ആകുമ്പോഴത്തേക്ക് കാൽക്കുലേഷൻ കൂടുതൽ പാടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയാണ്, നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് വരുന്നിടത്തൊക്കെ അതിന്റെ ഡിനോമിനേറ്റർ, അതായത് 2/3 അല്ലെ. സോ നമുക്ക് 2/3 നമ്മൾ അസ്യൂം ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുക, അത് ഡിനോമിനേറ്ററുകളുടെ LCM എടുത്താൽ ഇവിടെ 2/3 മാത്രമുള്ള നമുക്ക് 3 എന്ന് പറയാം, 3 എടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ചിന്തിക്കാം, നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്യുക, ആ 2/3 എടുക്കുമ്പം ആ ഫ്രാക്ഷൻ ആവാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ നിങ്ങൾ അസ്യൂം ചെയ്തു പോകുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഓക്കെ, ഇനി നമ്മൾ വാല്യൂ അസ്യൂം ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് പോകുന്നതെന്നൊക്കെ ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് 2/3 എടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിനോമിനേറ്റർ 3 ആണ്. അപ്പൊ 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് 3 അസ്യൂം ചെയ്യാം, 6 അസ്യൂം ചെയ്യാം, 9 അസ്യൂം ചെയ്യാം, അങ്ങനെ പോകാം. ഓക്കെ, ഏറ്റവും ചെറുത് അസ്യൂം ചെയ്യുക 3 എന്ന് പറഞ്ഞു. ഇനി അപ്പൊ ഞാൻ 3 എന്ന് എടുക്കാതെ ഞാൻ 300 എന്ന് എടുക്കാൻ പോവുക. അതെന്താന്ന് വെച്ചാൽ നോക്കി, അറ്റ് എ പ്രോഫിറ്റ് 5%. നമ്മൾ ഇനി ആ 3 എടുത്തിട്ട് അതിനെ 5% ഒക്കെ കാണണം നമുക്ക് അല്ലെ, പ്രോഫിറ്റ് കാണണം, പിന്നെ ലോസ്. അപ്പൊ പെർസെൻറ്റേജ് ഉണ്ടായത് കൊണ്ട് തന്നെ പെർസെൻറ്റേജ് വരുമ്പോൾ ഏറ്റവും നല്ലത് അസ്യൂം ചെയ്യാനുള്ള വാല്യൂ 100 ആണ്. അതുകൊണ്ട് നമ്മൾ 300 എന്നങ്ങ് അസ്യൂം ചെയ്യുന്നു. അപ്പൊ 300 എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് കൂടാതെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നേരം ആ പെർസെൻറ്റേജ് ചെയ്യുമ്പോഴും നമ്മൾ ഡെസിമൽ ആവാതെ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആവാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ 300 എന്ന് അസ്യൂം ചെയ്ത് പോകുകയാണ്. അതായത് എക്സ് എന്ന് എടുക്കുന്നതിന് പകരം നമ്മൾ ഇവിടുത്തെ ടോട്ടൽ കൺസൈൻമെന്റ് 300 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ 300 എടുത്താൽ ഇവര് പറയുക 2/3 ഓഫ് കൺസൈൻമെന്റ് വാസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 5%. 2/3 ഓഫ് 300 എന്ന് വെച്ചാൽ എത്രയാണ്? 200 അല്ലെ. 200 at 5% പ്രോഫിറ്റിൽ വിൽക്കുന്നു. അതപ്പോ എത്ര? 5% ഓഫ് 200 കൺസൈൻമെന്റ് ആ ഒരു സാധനത്തിന്റെ വിലയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഒന്നിന് 1 രൂപ എന്നുള്ള വെച്ചാൽ അപ്പൊ 200 റുപ്പീസ്. ഓക്കെ, 5% പ്രോഫിറ്റ് അല്ല, അവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ്? 5% ഓഫ് 200. ആ 5% ഓഫ് 200 കാണാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ അവിടെ 2 എന്ന് ഇട്ടായിരുന്നെങ്കിൽ അവിടെ നമുക്ക് ഫ്രാക്ഷൻ വന്നേനെ അല്ലെങ്കിൽ ഡെസിമൽ വന്നേനെ. അതിനാണ് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നിടത്ത് നമ്മൾ 2 സീറോയും കൂടി ഇടുന്നു. ഓക്കെ, സോ 5% ഓഫ് 200 എന്ന് പറയുമ്പോൾ 10 റുപ്പീസ് ആണ് അവിടുത്തെ പ്രോഫിറ്റ്. ഓക്കെ, ദെൻ അടുത്ത റിമൈനിങ് 300 ഉണ്ട് ടോട്ടൽ, 200 എടുത്തു, റിമൈനിങ് എത്രയാണ്? 100 അറ്റ് എ ലോസ് ഓഫ് 2% അല്ലെ, 2% ലോസ്. ഓക്കെ, 2% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 2 അല്ലെ. ലോസ് ആയതുകൊണ്ട് നമുക്ക് -2 എന്ന് ഇടാം. ഇത് പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്ലസ് എന്ന് ഇടാം. ഓക്കെ, സോ ആദ്യത്തേന്ന് പ്ലസ് 10 റുപ്പീസ് കിട്ടി, രണ്ടാമത്തേന്ന് -2 അല്ലെ, ലോസ് ആണ്, ലോസ് ഓഫ് 2 റുപ്പീസ്. സോ ടോട്ടൽ എത്ര? 10ഉം 8ഉം കൂടെ മനസ്സിലാൽ 8 പ്രോഫിറ്റ് ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്. ക്ലിയർ ആണോ? അതായത് 300 ആണ് നമ്മൾ കൺസൈൻമെന്റ് ആയിട്ട് അസ്യൂം ചെയ്താൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് 8 കിട്ടും. ഇനി ക്വസ്റ്റ്യനില് ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് 400 ആണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള വാല്യൂ നമുക്ക് അറിയത്തില്ല, നമ്മൾ അസ്യൂം ചെയ്തതാണ് 300 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പം നമുക്ക് 8 റുപ്പീസ് ആണ് അല്ലെങ്കിൽ 8 ആണ് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ അത് 400 ആണ്. അപ്പൊ 8 400 എങ്ങനെ മാറുന്നു, അതേപോലെ ഈ 300ഉം മാറും. ക്ലിയർ ആണോ? ഓക്കെ, 8നെ എങ്ങനെ 400 ആക്കാൻ പറ്റുന്നത്? ഇൻറ്റു 50 അല്ലെ. സോ 300നെയും ഇൻറ്റു 50 ചെയ്താൽ നമ്മുടെ ആൻസർ ആയി 1500. 15,000. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ₹15,000. നമ്മൾ എക്സ് എന്ന് എടുത്ത് ചെയ്യുന്നതിലും ഇതേപോലെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്നല്ല, നമുക്കിപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. നമ്മളപ്പോൾ എന്താണ് അവിടെ നമ്മളിപ്പോൾ ടൈം കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ
സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിൽ അവിടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്താണോ വരുന്നത് അതിനനുസരിച്ച്. അപ്പോൾ പാർട്ടായിട്ട് വന്നാൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ 2/3 1/5 ഒരു ക്വസ്റ്റിനിൽ തന്നെ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററുകളുടെ LCM എന്താണോ അത് വേണം നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഇവിടെ 2 എക്സ്ട്രാ സീറോ ഞാൻ ഇട്ട് കൊടുത്തത് എന്തിനാണ്? പെർസെൻറ്റേജ് എനിക്ക് ചെയ്യാൻ വരുന്നത് കൊണ്ടാണ് ഞാൻ 2 സീറോയും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രാക്ഷൻ അല്ലാതെ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ആൻസർ ₹15,000. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. ഇഫ് 2/3 ഓഫ് എ കൺസൈൻമെന്റ് വാസ് സോൾഡ് അറ്റ് 30% പ്രോഫിറ്റ്, 1/4 ഓഫ് ദിസ് സോൾഡ് അറ്റ് 16% പ്രോഫിറ്റ് ആൻഡ് റെസ്റ്റ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12%. അപ്പോൾ നമുക്കിവിടെ 2/3 കാണാനുണ്ട്, അതേപോലെ 1/4 കാണാനുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ 3ഉം 4ഉം LCM എന്താ? 3 and 4ന്റെ LCM 12 ആണ്. സോ നമ്മൾ ആ ടോട്ടൽ കൺസൈൻമെന്റ് ഞാൻ 12 എന്ന് എടുക്കുന്നു. ദെൻ ഇനി പെർസെൻറ്റേജ് കാണാനുണ്ടായത് കൊണ്ട് 2 സീറോയും കൂടി ഇട്ടു. സോ 1200 ആണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ആ ഒരു കൺസൈൻമെന്റ് എത്രയാണ്? 1200. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 2/3 ഓഫ് അല്ലെ, 2/3 ഓഫ് 12,000 നമുക്ക് ചെയ്യണം അല്ലെ. അപ്പൊ എത്ര വരും? 800 അറ്റ് 30% പ്രോഫിറ്റ് അല്ലെ. 30% പ്രോഫിറ്റിൽ വിൽക്കുന്നു. അപ്പൊ എത്രയാണ്? 30% of 800. പെർസെൻറ്റേജും 2 സീറോയും പോയി. 8 into 30 240. അത് നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് 30% ഓഫ് 800. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 100 ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്നും ഇങ്ങനെ സൈഡിൽ എഴുതി ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം അല്ലേ. പെർസെൻറ്റേജും 2 സീറോയും പോയി, പിന്നെ 8 into 3 240. സോ അടുത്തത് 2/3 നമ്മൾ ചെയ്തു. ഇനി 1/4. അപ്പോൾ 1/4 ഓഫ് ഏതാണ്? ആ കൺസൈൻമെന്റ്. അപ്പോൾ 1/4 ഓഫ് 1200 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300. ക്ലിയർ അല്ലേ? 1/4 300 അറ്റ് 16% പ്രോഫിറ്റ്. 16% പെർസെൻറ്റേജും സീറോയും പോയി. 16 into 3 എന്താണോ അതാണ് ആൻസർ അല്ലേ. 18 48 എല്ലാം പ്രോഫിറ്റ് ആണല്ലോ. ഓക്കെ, 16%. ആൻഡ് റെസ്റ്റ്. ഇനി ബാക്കി എത്ര? അവിടെ നമ്മൾ ഈ ഫ്രാക്ഷൻ ഒന്നും കാണാൻ പോകണ്ട. നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തു. 800 എടുത്തു, 300 എടുത്തു. സോ 1100. റിമൈനിങ് എത്ര ഉണ്ട്? 100 അല്ലേ. സോ റിമൈനിങ് 100 അറ്റ് റെസ്റ്റ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12% അല്ലേ. 12% പ്രോഫിറ്റ്. അപ്പൊ എത്രയാണ്? 12 rupees. ക്ലിയർ അല്ലേ? അപ്പോൾ മൊത്തത്തിൽ അതായത് ആ 1200 കൺസൈൻമെന്റിന് നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം അല്ലേ. 10 8 300. അപ്പോൾ 1200 ആണ് നമ്മുടെ കൺസൈൻമെന്റ് എങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 300 ആണ്. ഇനി ഇവിടെ യഥാർത്ഥ പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ? 75 ആണ്. അപ്പൊ 300 എങ്ങനെ 75 ആകുന്നു? അവിടുന്ന് ഇത് കാൽക്കുലേഷൻ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഇപ്പൊ ഇതിവിടെ ഡിവിഷൻ ആയിരിക്കും അല്ലെ. ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്ത് സോൾവ് ചെയ്തോളുക. അതായത് 300ന് 75 ആണെങ്കിൽ 1200 എത്ര ആണ് അല്ലെ. നമുക്ക് ക്രോസ് ചെയ്യാം. 1200 into 75/300. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. 75 into തിരിച്ച് ഇപ്പൊ ഇത് വലുതല്ലേ. ഇപ്പൊ ഡിവിഷൻ ചെയ്താൽ 75 into എന്ത് ചെയ്താലാണോ അത് കിട്ടുന്നത് അതിനെ ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ പോരായോ. ഇപ്പൊ നോക്കാം, 75 into 4 ആണ് നമുക്ക് 300 വരുന്നത്. ഓക്കെ, ദാറ്റ് 300. അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഡിവൈഡ് ബൈ 4 ചെയ്താലാണ് ആൻസർ. അപ്പൊ ഇവിടെ അതേപോലെ ഡിവൈഡ് ബൈ 4 ചെയ്താൽ ആൻസർ 1200 ഡിവൈഡ് ബൈ 4 300. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ അങ്ങ് ക്രോസ് ചെയ്തു. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഉള്ളൂ. 300 പേനയ്ക്ക് 75 rupees ആണെങ്കിൽ 1200 പേനയ്ക്ക് എത്ര രൂപ എന്ന് കണ്ടുപിടിക്കുന്നത് പോലെ ഉള്ളൂ. അപ്പോൾ ഒരു പേനയ്ക്ക് 75/300 into 1200 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് കോമൺ ഒക്കെയുള്ള 00 കട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് ആൻസർ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 300. ഓപ്ഷൻ സി 300. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇതേപോലെ പാർട്ട് വരുന്നിടത്തെല്ലാം നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ അസ്യൂം ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തന്നെ ഉള്ള അടുത്തൊരു ടൈപ്പാണ്. നോക്കിയേ. The profit earned by selling an article for ₹475 is ₹10 more than the loss incurred when it is sold for ₹335. Find the cost price of the article. The profit earned by selling an article for ₹475. 475 rupeesന് ഒരു സാധനം വിറ്റാൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 rupees more than the loss incurred when it is sold for ₹335. 335 rupeesന് വിൽക്കുമ്പോൾ കിട്ടുന്ന ലോസിനെക്കാട്ടിൽ 10 കൂടുതലാണെന്ന്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പ്രോഫിറ്റ് ഈസ് 10 more than ലോസ് ആണെന്ന്. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ,
കോസ്റ്റ് പ്രൈസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ആ സെല്ലിംഗ് പ്രൈസ് കൂടിയിരിക്കുമ്പോഴാണ് നമുക്ക് ലാഭം വരുന്നത് അല്ലേ. ഇനി സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞത്, അതായത് കോസ്റ്റ് പ്രൈസ് കൂടുമ്പോഴാണ് നഷ്ടം വരുന്നത് അല്ലേ. സോ സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ പറയാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇനി ലോസ് എങ്ങനെ പറയാം? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കിയേ, ഇവിടെ ഇപ്പോൾ ഈ ഒരു കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയത്തില്ല, അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാവേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ എഴുതാം? എസ് പി എത്രയാണ്? 475. 475 മൈനസ് എക്സ് ഈക്വൽ ടു 10 മോർ ദാൻ. ഇനി ലോസ് എങ്ങനെ എഴുതാം? സി പി എക്സ് മൈനസ് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 335. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് സോൾവ് ചെയ്താൽ ആൻസർ ആയി. ക്ലിയർ അല്ലേ? നോക്ക്, ഇനി എക്സ് എല്ലാം ഒരു സൈഡിലേക്ക്, നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലേക്ക് വന്നാൽ 475 ഇവിടെ പ്ലസ് 335, ഈ 10 ഉണ്ട്, മൈനസ് 10 ഈക്വൽ ടു എക്സ് പോയാൽ 2x. ഓക്കെ, ഇത് സോൾവ് ചെയ്തേ. 10, 11, 8. 8n minus 10 equal to 2x. It is 2x equal to 800 and x equal to 400. Clear അല്ലേ? So answer option A 400. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ പ്രോഫിറ്റിന്റെ ലോസിന്റെ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതല്ല പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരേ കോസ്റ്റ് പ്രൈസ് ആണ്, ഒരേ സാധനം അല്ലേ. അതിനെ ഇന്ന പ്രോഫിറ്റിൽ വിറ്റാൽ അതുപോലെ വേറൊരു ലോസിൽ വിറ്റാൽ ഉള്ള ആ രണ്ടെണ്ണം കൂടെ കമ്പയർ ചെയ്ത് പറയുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The profit earned by selling an article for rupees 832 is equal to the loss incurred when it is sold for rupees 448. What should be the selling price for making 50% profit? നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവസാനം ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എന്താണ് ഇവിടെ പറയുന്നത്? 832 രൂപയ്ക്ക് വിൽക്കുന്ന പ്രോഫിറ്റിന് ഈക്വൽ ആണ്. നേരത്തെ പ്രോഫിറ്റ് ഈക്വൽ ടു എന്താണ്? ലോസ് പ്ലസ് 10 എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ലോസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ പ്രോഫിറ്റ് ഈക്വൽ ടു ലോസ് ആണ്. സോ പ്രോഫിറ്റ് എന്താണ്? ഇവിടെ നമുക്ക് പ്രോഫിറ്റ് പറയാം 832 ആണ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. 832 മൈനസ് എക്സ്. ഞാൻ കോസ്റ്റ് പ്രൈസ് ഇവിടെ കോസ്റ്റ് പ്രൈസ് ഞാൻ എക്സ് ആയിട്ട് അസ്യൂം ചെയ്താൽ 832 മൈനസ് എക്സ് എന്ന് കിട്ടും അല്ലെ, ഈക്വൽ ടു ഇവിടെ ലോസ് എന്താണ്? ലോസ് ഇൻകേർഡ് വെൻ ഇറ്റ് ഈസ് സോൾവ് ഫോർ 448 അല്ലെ, അതായത് എക്സ് മൈനസ് 448. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ സോൾവ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും, പക്ഷെ കോസ്റ്റ് പ്രൈസ് അല്ല ചോദിക്കുന്നത്, അത് ശ്രദ്ധിച്ചോണം. വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് മേക്കിംഗ് 50% പ്രോഫിറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എല്ലാം ഒരു സൈഡിൽ 2x ആയി. ഇവിടെ 832 പ്ലസ് 448 വന്നു. 10, 8, 12, 1280 equal to 2x. That is x will be equal to 1280 by 2. 640. ഓക്കെ, 640 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ? ഇങ്ങനെ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. കോസ്റ്റ് പ്രൈസ് എപ്പോൾ ചോദിച്ചാൽ അത് 100% ആണ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% ആണ്. ഇനി സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് പറയുന്നത് എങ്ങനെയാണ്? അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കിയിട്ട് പറയുക. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ്, 20% പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം നമ്മൾ പറയുന്നത് 120%. അതായത് പ്രോഫിറ്റ് അല്ലേ, കൂടി നിൽക്കും. 100 + 20 120%. ഇനിയിപ്പോൾ ലോസ് ആണ് അവിടെ ഉണ്ടെങ്കിൽ 20% ലോസ്, എക്സാമ്പിൾ എടുത്താൽ 20% ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം 80% ആണ്. ക്ലിയർ ആണോ? ഈ രീതി പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതേപോലുള്ള, അതായത് കോസ്റ്റ് പ്രൈസ് തന്നിട്ട് പ്രോഫിറ്റ് തന്നിട്ട് സെല്ലിംഗ് പ്രൈസ് ചോദിച്ചാലോ, സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് തന്നിട്ട് കോസ്റ്റ് പ്രൈസ് ചോദിച്ചാലോ ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. എന്താണ് ഇത് കാര്യം മനസ്സിലാക്കുക. എപ്പോഴും കോസ്റ്റ് പ്രൈസ് 100% ആണ്. ഓക്കെ, ദെൻ സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് പറയേണ്ടത് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് പറയുക. 20% പ്രോഫിറ്റ് ആണെങ്കിൽ അവിടുത്തെ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം 120% ആയിരിക്കും. 25 ആണെങ്കിൽ എന്താ ആലോചിച്ച് നോക്കിയേ, പ്രോഫിറ്റ് 25% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 125%. 10% പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് എന്ത് പറയണം? 100 + 10 110%. ക്ലിയർ ആണോ? ഇനി ലോസ് ഓഫ് 20% ആണെങ്കിലോ, 20% നഷ്ടമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എത്ര പറയേണ്ടത്? 100 - 20 80. 10% ലോസ് ആണെങ്കിലോ 100 - 10 90. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് പറയേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കുള്ളത് നമ്മൾ ഇത്രയും സാധനങ്ങളുള്ളത്. കോസ്റ്റ് പ്രൈസ് നമ്മുടെ കയ്യിലുണ്ട് 640. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താ?
50% പ്രോഫിറ്റ് കിട്ടാനുള്ള സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത്. അവിടെ ഇവിടെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. 50 ആകാം, 30 ആകാം, 25 ആകാം, 13 ആകാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, 50% പ്രോഫിറ്റ് കിട്ടാനുള്ള സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? സോ അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 100% ആണ് 640 എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ 150% എത്ര ആണെന്ന് അതല്ലേ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ചിലപ്പോൾ ഈ 640 ഒക്കെ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് മാർക്ക് ചെയ്യരുത്, അത് ശ്രദ്ധിച്ചോണം. നമുക്ക് ഇവിടെ ചോദിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് 50% പ്രോഫിറ്റ് കിട്ടാനുള്ള സെല്ലിംഗ് പ്രൈസ് ആണ്. നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? CP കണ്ടുപിടിച്ചു, അതായത് 640. അതായത് 100% 640 ആണെങ്കിൽ 150% എത്ര എന്ന് കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? 100% 640 ആണെങ്കിൽ 1% എത്ര ആയിരിക്കും? 640/100 അല്ലേ? ഇനി 150% × 150. ഇത് സോൾവ് ചെയ്താൽ ആൻസർ ആയില്ലേ? സോൾവ് ചെയ്തേ. 0 ഇവിടെയും പോയി ഇവിടെയും പോയി. ദെൻ 64 × 15 ചെയ്താൽ ആൻസർ ആയി. ക്ലിയർ അല്ലേ? 960. സോ ആൻസർ ഓപ്ഷൻ ബി 960. ക്ലിയർ ആണോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വായിച്ചു നോക്കിയേ. The profit earned by selling an article for ₹900 is double the loss incurred when the same article is sold for ₹450. At what price should the article be sold to make 25% profit? ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡബിൾ ദ ലോസ്, 2 times ലോസ് ആണ്. നേരത്തെ നമ്മൾ 10 more എഴുതി, ഈക്വൽ എഴുതി, ഇവിടെ പറയുന്നത് ഡബിൾ ആണെന്ന് അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ എഴുതി? നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ നമ്മുടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പ്രൈസിന് ശേഷം 25% പ്രോഫിറ്റിലുള്ള സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്ത് ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഇതേ മോഡൽ തന്നെയാണ്, നമ്മൾ ഈ ചെയ്ത മോഡൽ തന്നെയാണ്. ഇത് ചെയ്ത് നിങ്ങൾ ഈ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായോ? അതൊക്കെ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലെ ആ ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ RRB NTPC, RRB ALP, അതേപോലെ തന്നെ RRB ഗ്രൂപ്പ് D. ഓക്കെ, അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. സിലബസ് അനുസരിച്ച് നിങ്ങൾ എല്ലാ ടോപ്പിക്കുകളും നന്നായി പഠിപ്പിക്കുന്നതായിരിക്കും. അതേപോലെ നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളും അതേപോലെ മെന്റർഷിപ്പ് പ്രോഗ്രാം, 100+ മോക്ക് ടെസ്റ്റുകളും വീക്ക്ലി എക്സാംസും എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ കോഴ്സ്. ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെയിൽവേ എക്സാം അപ്ഡേറ്റ്സും അതിൻ്റെ നോട്ടിഫിക്കേഷൻസും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആവും. അപ്പോൾ അതാരും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതും അതിൻ്റെ ഡേറ്റ്സും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.